ഫാമിലി ഒരു സപ്പോർട്ട് ഇല്ല. ഉമ്മാന്റെ കോണ്ടാക്ട് ഉമ്മാനായിട്ട് ബ്രദേഴ്സ് അങ്ങനെ കോണ്ടാക്ട് ഇല്ല. പിന്നെ ബ്രദേഴ്സ് ഉണ്ടല്ലേ? എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഇപ്പോൾ മരണപ്പെട്ടു. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളുണ്ടായിരുന്നു. ചേച്ചിമാരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീടൊന്നും കൂടെ ഒന്ന് സ്റ്റേബിൾ ആക്കണം, പെട്ടെന്ന് ഒന്ന് നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിൽക്കാം, അപ്പോൾ നല്ല ബെറ്റർ ജോബ് വേണം. അങ്ങനെയാണ് ദുബായിലേക്ക് പോയത്. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഞാൻ മാറിയിട്ടില്ല, എപ്പോഴും ഉണ്ട്. ഉമ്മാനായിട്ട് എപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഉമ്മ ദുബായിലേക്ക് വരും, ഞാൻ തിരിച്ച് വരും. പക്ഷേ ചില ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്, സെറ്റ് ആയി വരുന്നുണ്ട്. പണ്ടത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഈ ആൾക്കാരെ എക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നൊരു പോയിന്റ് എത്തുമ്പം ഹൗ മച്ച് ഹാർഡർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതെങ്ങനെ അത് എടുക്കുന്നത്? അത് വിഷമമുണ്ടോ കാര്യങ്ങൾ? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഇല്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് മതി, അല്ലാണ്ട് ഇപ്പൊ പിന്നെ കുറേ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നു. കാരണം പണ്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഇവർ ഇങ്ങനെ അങ്ങനെയൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ട് തോന്നില്ല. ദുബായിൽ ഒട്ടുമില്ല. ഇപ്പൊ നാട്ടില് ഇപ്പൊ കുറെ മാറിയത്, ഇപ്പൊ വന്നപ്പോ ഒരുപാട് മാറിയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അതെ, ഇപ്പൊ ആഷിനെ സംബന്ധിച്ചായാലും ഇപ്പൊ ഫാമിലി എങ്ങനെയാണ് ടേക്ക് ചെയ്യുന്നത്? ഫാമിലി ഒരു സപ്പോർട്ട് ഇല്ല. ഇല്ല. ഉമ്മാനായിട്ട് കോണ്ടാക്ട് ബ്രദേഴ്സ് അങ്ങനെ കോണ്ടാക്ട് ഇല്ല. ബ്രദേഴ്സ് ഉണ്ടല്ലേ? എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരായിട്ട് വേറെ കോണ്ടാക്ട് ഇല്ല? ഉപ്പ ഇപ്പൊ മരണപ്പെട്ടു. ഓക്കെ. അപ്പൊ അവരായിട്ട് വേറെ കോണ്ടാക്ട് ഇല്ല. അപ്പൊ എന്തുകൊണ്ടാന്നുള്ളത്, അല്ലെങ്കിൽ വൈ അവരോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? ആഫ്റ്റർ എല്ലാം ശരിയാവുന്ന ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ആഫ്റ്റർ എല്ലാം പിന്നീടെല്ലാം ശരിയാവുന്ന അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിട്ട് വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് എന്നല്ലേ ആഷിക്ക്? കൈവരുന്നില്ല. അപ്പൊ നിങ്ങള് ഒരു പോയിന്റിലെങ്കിലും ഫാമിലിയോട് സംസാരിക്കാൻ നോക്കിയിട്ടുണ്ടോ? ലൈക്ക് ഞാൻ ഓൾറെഡി ഉമ്മായോട് സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഞാൻ എവിടെയായിരുന്നാലും ഹാപ്പി ആയിരുന്നാൽ മതി. ഉമ്മാക്കുള്ള ആകെ വിഷമം ഞാൻ ഉമ്മാനെ കാലശേഷം എന്നെ ആരാണ് സംരക്ഷിക്കുക, അങ്ങനെയൊക്കെ ഒരു വിഷമേ ഉള്ളൂ. അല്ലാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. എവിടെയായാലും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി, അതൊക്കെ ജാസിയുടെ വീട് എവിടെയാ? ഞാൻ മലപ്പുറം കുറ്റിപ്പുറത്താണ്. ഓക്കെ, അപ്പൊ ആദ്യം തോന്നുന്നു ആ ഏരിയയിലാണെങ്കിലും അത് ടിപ്പിക്കൽ ഒരു മലബാർ ഏരിയ, മലപ്പുറമാണ്. പിന്നെ പക്ക മുസ്ലിം ഏരിയയാണ്. അപ്പൊ അവരൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരാൻ കുറെ ടൈം എടുക്കും. പക്ഷെ ഇപ്പൊ കുറെ ഒക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പൂജനെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു, സെയിം ഹിയർ. അപ്പം നിങ്ങൾ ഇതേപോലെ അടിച്ച് പൊളിച്ച് പോയിട്ട് ഞാൻ അടിയെന്ന് ഉദ്ദേശിക്കണവര് ഇടയ്ക്ക് തല്ലുണ്ടാവാറുണ്ട്, അതും കാണാറുണ്ട്, ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അടിച്ചു പൊളിച്ച് പോവാ, ലൈഫ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആസ് ഓൾവേസ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. താങ്ക് യു സോ മച്ച്. സ്പ്രെഡ് ഹാപ്പിനെസ്, അല്ല സോറി, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നല്ല ഇംഗ്ലീഷ് പറഞ്ഞു കേക്കട്ടെ. അതിപ്പോ ഞാൻ എന്തോന്ന് പറയാൻ